എന്തായാലും വിനുവിൻ്റെ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായി. അത് ഭാവിയിൽ ഉണ്ടാവാതെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതെ, ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം. മേയറെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടന കോർപ്പറേഷനിലെ ഞങ്ങളുടെ യൂണിയൻകാർ പറഞ്ഞിരുന്നു മേയർ ഇങ്ങനെ വന്ന് ചെയ്തതായിട്ട് വാർത്തയുണ്ടെന്ന്. പക്ഷേ ശിവൻകുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പുറകിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. നല്ല രാഷ്ട്രീയ ഇടപെടലുണ്ടായി. പക്ഷേ ഞാൻ പറയുന്നത് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചീപ്പായിട്ടാണ് കളി കളിക്കുന്നത്? മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ, ജനം തീരുമാനിക്കട്ടെ. വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് മത്സരിക്കാമല്ലോ. അങ്ങനെ മത്സരിക്കുമ്പോൾ സാഹചര്യത്വം പറഞ്ഞതിനാണ് നോമിനേഷൻ തള്ളിക്കുന്നതിനാണ്. മത്സരം നടക്കട്ടെ, ജനങ്ങളാണ് പരമാധികാരി, ജനങ്ങൾ തീരുമാനം എടുക്കട്ടെ. അതിന് നമ്മൾ ഭയപ്പെടുന്നതിനാണ്. ഞങ്ങൾ നിയമ നടപടി ആലോചിക്കുന്നുണ്ട്, വക്കീലുമായിട്ട് ആലോചിച്ച് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. എല്ലാ സീറ്റും കൊണ്ട് ലീഗിന് കൊടുത്ത 5 സീറ്റിലും ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അല്ല, അതിപ്പോൾ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാൻ നിവർത്തിയില്ലല്ലോ. എല്ലാ തിരുപ്പം കളിക്കുകയും ചെയ്തിട്ട് അവസാനം കോടതിയിൽ തോറ്റപ്പോൾ സ്വാഗതം ചെയ്യുക. ഏതായാലും സ്വാഗതം ചെയ്തില്ല, അത്രയെങ്കിലും നന്ദി. അല്ലേ, LDFൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന മുഖ്യമന്ത്രിയല്ലേ, അതിനിപ്പോൾ സംശയം ആർക്കെങ്കിലും ഉണ്ടോ? അദ്ദേഹം തന്നെയാണ് എല്ലാം ക്യാപ്റ്റൻ. എന്താ ഇനി അദ്ദേഹമാണല്ലോ അതിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹം എല്ലാത്തിലും ക്യാപ്റ്റനാണ്. ഇപ്പോൾ എല്ലാ വിഷയത്തിലും അദ്ദേഹം ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ LDFൻ്റെ പരാജയത്തിൻ്റെ മുഖ്യ കാരണം നാളെ അദ്ദേഹം തന്നെയായിരിക്കും, ക്യാപ്റ്റൻ തന്നെയായിരിക്കും എൻ്റെ കാരണം. അല്ല, അദ്ദേഹത്തിന് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് വിമർശിക്കാൻ നിവർത്തിയില്ല. കാരണം തലേന്നാണ് ചാർജ് എടുക്കുന്നത്. തലേന്ന് ചാർജ് എടുത്ത് പിറ്റേന്ന് നോക്കുമ്പോൾ കൈവിട്ടു പോയി. പക്ഷേ ഇവിടെ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. ഗവൺമെൻറ് പറഞ്ഞത് പെരുമാറ്റച്ചട്ടം കാരണം യോഗം വിളിക്കാൻ കഴിഞ്ഞില്ല. അത് തെറ്റല്ലേ? നവംബർ 10-ാം തീയതിയാണ് പെരുമാറ്റച്ചട്ടം വരുന്നത്. എല്ലാവർക്കും അറിഞ്ഞൂടെ നവംബർ 17-ാം തീയതിയാണ് വൃശ്ചികം 1-ാം തീയതി. നേരത്തെ തയ്യാറെടുപ്പ് നടത്തേണ്ടതല്ലേ? അന്ന് സ്വർണവും ഇതൊക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി. അതിൻ്റെ ദുരന്തം ഇന്നലെ മിഞ്ഞാന്ന് അനുഭവിച്ചില്ലേ ഭക്തജനങ്ങൾ? എത്ര മണിക്കൂർ ക്യൂ നിന്നു. ഇന്നലെയും കുഴഞ്ഞു വീണു അവശരായവരുണ്ട്, കുട്ടികൾ. ഇവരൊക്കെ ഈ 41 ദിവസം നോമ്പ് നോറ്റ് വരുന്നവരാണ് ഇവർ. തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കഠിന വ്രതമാണ് അവർ. ചെരുപ്പ് പോലും ധരിക്കില്ല ഏത് ക്ലൈമറ്റിൽ പോലും. കേരളത്തിലുള്ള ഞങ്ങളൊക്കെ എല്ലാ വർഷവും പോകുന്നവരാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ പിന്നെ ഭക്തിയുള്ളവരാണ് അവർ. അങ്ങനെയുള്ളവർ വന്നിട്ട് തൊഴുകാൻ കഴിയാതെ മടങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേവസ്വം ബോർഡിന് മാത്രമല്ല ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. മുന്നൊരുക്കം നടത്തേണ്ട ഗവൺമെൻറ്റായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.